ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞായറാഴ്ചയാണ്. സാധാരണ ഞായറാഴ്ച വർക്കൗട്ട് ചെയ്യാറില്ല. വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇന്നും ഞാൻ ജിമ്മിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നലത്തെ ഡിസപ്പോയിൻറ്റഡ് സന്തോഷത്തിന് വഴിമാറുന്ന കാഴ്ചയാണ്. നമുക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 1 കിലോ 150 ഗ്രാം ടോട്ടൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ 5 ദിവസം കൊണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് രാവിലെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ 3 സ്ട്രെച്ചായിട്ട് ഇന്ന് 40 മിനിറ്റ് ട്രെഡ്മില്ലാണ് ചെയ്തത്. കുറച്ച് വെയിറ്റ് വർക്കൗട്ടും ചെയ്തു. സാധാരണ നമ്മൾ 5 മണി 5:15 ആകുമ്പോഴത്തേക്ക് ജിമ്മിൽ വരാറുണ്ടെങ്കിൽ ഇന്ന് ജിമ്മിലെത്തിയപ്പോഴത്തേക്ക് 6:30 ആയിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ചെല്ലുന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു വർക്കൗട്ട് ചെയ്യാൻ. വർക്കൗട്ടിന് ശേഷമുള്ള ഇന്നത്തെ നമ്മുടെ വെയിറ്റ് 68,400 വർക്കൗട്ടിന് ശേഷം ജിമ്മിൽ കൂടെ കറങ്ങി നടന്ന് 1-2 വീഡിയോ സെൽഫീസൊക്കെ എടുത്തു. 5 ദിവസം കൊണ്ട് തന്നെ നമുക്ക് 1 കിലോളം വെയിറ്റ് കുറയ്ക്കാൻ പറ്റി. നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഒരു നാഴികക്കല്ലാണിത്. ബഡീസ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വെയിറ്റ് സ്റ്റേബിൾ ആയതുകൊണ്ടാണ് കേട്ടോ കുറയ്ക്കാൻ ഇത്ര താമസം വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വെയിറ്റ് ഒരാഴ്ച കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഡയറ്റാണ് മെയിൻ. 40% മാത്രമാണ് നമുക്ക് വർക്കൗട്ടിൽ പ്രാധാന്യമുള്ളൂ കേട്ടോ. അത് കണ്ടറിഞ്ഞ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ബഡീസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് 5 ദിവസം കൊണ്ട് 1 കിലോ 150 ഗ്രാം വെയിറ്റ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഫസ്റ്റ് നാഴികക്കല്ലാണ്. എനിക്ക് ഇതിനു മുമ്പ് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടുതൽ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് വെയിറ്റ് കൂടുതലായിരുന്നു. 83 കിലോ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഒരു സ്റ്റേബിൾ വെയിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും വെയിറ്റ് ലോസ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആവും. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഡയറ്റിൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഡയറ്റിനാണ്. ഒരു 60% അല്ലാന്നുണ്ടെങ്കിൽ ഒരു 70% തന്നെ പ്രാധാന്യം നമുക്ക് ഡയറ്റിനുണ്ട്. ബാക്കി മാത്രമാണ് വർക്കൗട്ടിനുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഡയറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറഞ്ഞുതരാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വീണ്ടും ചെയ്യാം. ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്നവർ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. കമന്റും ലൈക്കും ഷെയറും ഒന്ന് ചെയ്തേക്കണം കേട്ടോ. പിന്നെ യൂട്യൂബിൽ നമുക്ക് വ്യൂസ് കുറവാണ്. അപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇടുക്കി ബഡ്ഡി എന്ന് സെർച്ച് ചെയ്താൽ മതി. ഞാൻ കമന്റില് ലിങ്ക് കൊടുത്തേക്കാം. അപ്പം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട്. അപ്പൊ അതുവരേക്കും താങ്ക് യു.